സൂറത്ത് റൂം നമ്മളെടുത്ത് നിന്ന് പരിശോധിച്ച് നോക്കണം. അതിൽ 20-ാമത്തെ ആയത്ത് മുതൽ 25-ാമത്തെ ആയത്ത് വരെ ആരംഭിക്കുന്നത് വമിൻ ആയാത്തിഹി എന്നാണ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. 46-ാമത്തെ ആയത്തും ആരംഭിക്കുന്നത് വമിൻ ആയാത്തിഹി എന്നാണ്. അപ്പോൾ 20 മുതൽ 25 വരെ, പിന്നെ 46-ാമത്തെ ആയത്ത് സൂറത്ത് റൂമിൽ പരിശോധിക്കുക. എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? 20-ാമത്തെ ആയത്തിൽ പറയുന്നത് മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. 22-ാമത്തെ ആയത്തിൽ പറയുന്നത്, 21 ഞാൻ പറയാം, 22-ാമത്തെ ആയത്തിൽ പറയുന്നത് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, മനുഷ്യരെ പല ഭാഷകളിലായിക്കൊണ്ട് പല വർണ്ണങ്ങളിലായിക്കൊണ്ട് സൃഷ്ടിച്ചു എന്ന ദൃഷ്ടാന്തമാണ് അള്ളാഹു പറയുന്നത്, നിഷേധിക്കാൻ സാധിക്കുകയില്ല. 23-ാമത്തെ ആയത്തിൽ പറയുന്നത് മനുഷ്യൻ അള്ളാഹു നൽകിയ ഉറക്കം, പകലും രാത്രിയും അവൻ്റെ ജീവിത സന്ധാരണ മാർഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 24-ാമത്തെ ആയത്തിൽ മിന്നൽ ഭയമായിക്കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ചു, പ്രതീക്ഷയായിക്കൊണ്ട് സൃഷ്ടിച്ചു, മഴയുണ്ടാക്കി ഭൂമിയിൽ ഊഷരമായി കിടന്ന ഭൂമിയെ തളിർത്ത് സസ്യലതാദികൾ മുളക്കുന്ന രീതിയിലാക്കി. 25-ാമത്തെ ആയത്തിൽ പറയുന്നത് ആകാശഭൂമികളെ സൃഷ്ടിച്ചു നിലനിർത്തി എന്നുള്ളതാണ്. 46-ാമത്തെ ആയത്തിൽ മഴയ്ക്ക് മുമ്പ് അടിച്ചു വീശുന്ന കാറ്റിനെ കുറിച്ച് പറയുന്നു. ഇതൊക്കെ തുടങ്ങുന്നത് എങ്ങനെയാണ്? വമിനായാത്തിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽപ്പെട്ടതാണ് പ്രകൃതി പ്രതിഭാസങ്ങൾ. ഈ ആയത്തൊക്കെ അവസാനിക്കുന്നതോ ലി ഖൗമിൻ യതഫക്കറൂൻ, ഇതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ലിൽ ആലിമീൻ, ഇതിൽ അറിവുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ലി ഖൗമിൻ യസ്മഊൻ, കേട്ട് മനസ്സിലാക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ലി ഖൗമിൻ യഅഖിലൂൻ, ബുദ്ധി ഉപയോഗിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇങ്ങനെയാണ് ഈ ആയത്തുകളൊക്കെ അവസാനിക്കുന്നത്. അതിൽ 21-ാമത്തെ ആയത്ത് എന്താണെന്നറിയോ? ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, രാപ്പകലുകൾ മാറി മാറി വരുന്നത്, പല ഭാഷകളിലായിക്കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചത്, ഇടിയും മിന്നലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയത്, മഴയ്ക്ക് മുമ്പ് കാറ്റിനെ അയക്കുന്നതൊക്കെ ദൃഷ്ടാന്തമാണെങ്കിൽ നമ്മളുടെ ഭാര്യ ദൃഷ്ടാന്തമാണെന്ന് അള്ളാഹു പറയുന്നു. വമിൻ ആയാത്തിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുരു ഇലൈഹാ, നിങ്ങൾക്ക് സമാധാനമടയുന്നതിന് വേണ്ടി നിങ്ങളിൽ നിന്ന് ഒരു ഇണയെ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നു എന്നത് ഈ പറഞ്ഞ ദൃഷ്ടാന്തങ്ങൾ പോലെയുള്ള ദൃഷ്ടാന്തമാണ്. ഇതിനേക്കാൾ വലുതായിക്കൊണ്ട് എന്താണ് സഹോദരന്മാരെ നമുക്ക് കിട്ടാനുള്ളത്?